രേണുസുതിക്ക് പിന്തുണ അറിയിച്ച് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിൽ. ഒപ്പം രോഗാവസ്ഥയിൽ കഴിയുന്ന രേണുവിനെ വീണ്ടും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത വ്യക്തിയാണ് കിച്ചു എന്നും രാഹുൽ എന്നും ബിഷപ്പ് വിമർശിച്ചു പറഞ്ഞു. നല്ലവനായി ചമയാൻ ശ്രമിക്കേണ്ടതില്ലെന്നും രാഹുലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും ബിഷപ്പ് മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: രേണു രോഗാശയിൽ ആയിരിക്കുമ്പോഴല്ല കിച്ചു ഇതെല്ലാം പുറത്ത് പറയേണ്ടിയിരുന്നത്. അസുഖം ഭേദമായ ശേഷം അമ്മയും മകനും വീട്ടിൽ വെച്ച് സംസാരിച്ച് തീർക്കാമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ അതൊരു അവസരമാകും. രേണു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് യൂട്യൂബ് വീഡിയോകൾ ഇടുന്നത്. കിച്ചു ചെയ്തത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ. കിച്ചു രേണുവിനെ എറിയാവുന്ന കല്ലുകൊണ്ട് കൊടുത്തത് കൊള്ളായി. ആ പയ്യന്റെ പ്രവൃത്തികളോട് യോജിക്കുന്നില്ല. രേണുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ മടങ്ങി വരും. രേണു സാധാ കുടുംബമായതുകൊണ്ടാണ് എല്ലാവരും അവരെ കല്ലെറിയുന്നത്. രേണു വളരെ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശാരീരികമായ അവസ്ഥകളുണ്ട്, അവശതകളുണ്ട്. കുടുംബം അങ്ങനെയാണ് പറഞ്ഞത്. രേണുവും മനുഷ്യ സ്ത്രീയാണ് എന്ന് മറക്കരുത്. അവരെ ചേർത്ത് പിടിക്കണം. കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ഷമിച്ചില്ലെങ്കിൽ വേദപുസ്തകം കയ്യിൽ പിടിച്ച് ഞാൻ നടന്നിട്ട് എന്താണ് കാര്യം? രേണു ഒരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. രാഹുലിനോട് എനിക്ക് പറയാനുള്ളത്, നീ രേണുവിനെ സഹായിക്കണ്ട. അനേകർ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നീ ഇന്ന തരത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായി ജീവിക്കുക.